ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് ഞാൻ ചാനൽ ചാനലിൽ പൂക്കളൊന്നും ഉണ്ടാക്കിയിരുന്നില്ലായിരുന്നു. എല്ലാവരും അതിൽ ക്ഷമിക്കുക, ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത്, ചാനലിൽ ഒന്നും കാണിക്കാതിരുന്നത്. വീണ്ടും ഞാനിതാ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിതാ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ ഞാനിതാ ഒരു പൂ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 കളർ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കണ്ടോ, ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് വേറൊരു കളറും പിന്നെ ഒരു പ്ലാസ്റ്റിക്കും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിത് ഇതേപോലെ ഒന്ന് പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊന്ന് എടുക്കുക. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ, എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഏത് കളറായാലും മതി, ഇപ്പോൾ ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ എടുക്കുക. എടുത്തതിന് ശേഷം ഇതിങ്ങനെ എടുത്തു. അതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിക്കുക. ഇതേപോലെ പിടിച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ തന്നെ ഇങ്ങനെ നമുക്ക് എന്തോരം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ടത് വീണ്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലിപ്പം ഇത് വേറെ കളറുകളൊക്കെയാണ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക കേട്ടോ. വേറെ കളർ പ്ലാസ്റ്റിക് കവർ, ഇപ്പോൾ വെള്ളയായാലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കളറുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എന്തോരം നമുക്ക് എടുക്കാൻ പറ്റുമോ അതേപോലെ നമ്മൾ ഇതേപോലെ എടുക്കുക. ഇതൊക്കെ വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വളരെ ചെറുതായി ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ എടുത്തിട്ട് നമ്മൾ മാക്സിമം എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ അത് അവിടെ നിന്നൊക്കെ എടുത്ത് നമ്മൾ ഇതേപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ. ആർക്കും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നമ്മളൊന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് എടുത്ത് കത്രികയും ഈ പ്ലാസ്റ്റിക് കവറും മതി. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമ്മളിന്ന് ഇതിങ്ങനെ അറ്റമൊന്ന് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ നൂൽക്കമ്പി എടുക്കുക. നൂൽക്കമ്പിയോ അല്ലെങ്കിൽ ഈർക്കിലി ആയാലും മതി. ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നൂൽക്കമ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കുക. നൂലുപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നൂലൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നൂലില്ലാതെ വരികയല്ല, എന്തായാലും നൂലൊക്കെ വീടുകളിൽ കാണും. ആ നൂലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതെങ്ങനെയൊന്ന് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം ഇതൊന്ന് വിടർത്തി കൊടുക്കുക. ഇതൊന്ന് വിടർത്തിയെടുക്കുക. ഇതൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ നടുഭാഗത്തുള്ള ഈ മഞ്ഞ കളറിൽ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് പൂമ്പൊടി പോലെ ആക്കാനാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വിടർത്തി കൊടുക്കുക. ഇത് ഓരോന്നും നമുക്കിതിലേക്കൊന്ന് വിടർത്തി ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വിടർത്തിയെടുത്തു. ഇത് നമുക്കിങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം. വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം ഷേപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഷേപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നാലും മതി. ഇപ്പം ഞാനിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ശരിയാകാനുണ്ട്, അതുകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഷേപ്പ് ചെയ്തതിന് ശേഷവും നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഒട്ടി ഒട്ടിയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മളിതിങ്ങനെ വലിച്ചും ഇങ്ങനെ പെറ്റലുകൾ ഓരോന്നും തിരിഞ്ഞിരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന പൂക്കളാണ്. അതിന് ശേഷം ഇത് നമുക്കിതിൻ്റെ അടിയിൽ ഗ്രീൻ കളറ് ഒന്ന് നമ്മൾ ഈർക്കിലും കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഗ്രീൻ കളർ കവർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഗ്രീൻ കളർ കവർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ആയാലും മതി. പേപ്പർ എടുത്ത് പേപ്പറും കൊണ്ട് ചുറ്റിയാലും മതി, അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ആയാലും മതി കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പേപ്പർ ഗ്രീൻ കളറിലെ പേപ്പർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. പേപ്പർ ഗ്രീൻ കളറിൽ ഇപ്പോൾ ഈർക്കിലാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇരിക്കും കേട്ടോ, കളറായിട്ടിരിക്കും. ഇപ്പോൾ ഇതേപോലെ സിമ്പിളല്ലേ, നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ വെറുതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായ ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കുക. ഇത് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഞാനൊരു ഗ്രീൻ കളറിലെ കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഒരു ലീഫും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കുക. ഇത്രയും മതി. ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെരിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. ചെരിച്ച് വെട്ടി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുത്തു. ഇങ്ങനെയൊന്ന് വെട്ടിക്കൊടുത്തതിന് ഒന്ന് വിടർത്തിയെടുക്കുക. വിടർത്തണ്ട, ഇങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചുരുട്ടിപ്പിക്കാം. ഇങ്ങനത്തെ എത്ര ലീഫ് വേണമെന്നുണ്ടെങ്കിലും ഇതൊന്ന് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ചെരിച്ച് വെട്ടിയതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് ലീഫായിട്ട് നമുക്കിതേപോലെ ഇതിങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഗ്രീൻ കളർ കവറൊന്നും ചുറ്റി കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ നൂലിട്ട് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുകയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടി കൊടുത്താലും മതി കേട്ടോ. ഞാനിത് കവർ ഉപയോഗിച്ച് തന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈർക്കിലിയിൽ നമ്മൾ ചുറ്റിയതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ചുറ്റിയല്ലോ, അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇത് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക. അല്ല, അങ്ങനെ എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് നമുക്ക് എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും എനിക്ക് സപ്പോർട്ട് ചെയ്തപോലെ തന്നെ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. ഉണ്ടോ, ഇതേപോലെ ലീഫുമായി നമുക്കിപ്പോൾ കവർ ഇത് ആർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പൂവൊന്നും ഉണ്ടാക്കാൻ അറിയില്ലാത്തവർ പോലും ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.